അയ്യോ ഉറക്കിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോളെ? പേടിച്ചു പോയി. ഉറങ്ങുന്ന് പറഞ്ഞാൽ ഉറങ്ങി കഴിഞ്ഞപ്പോ ചെവിക്കല്ലേ ഒന്ന് പോകുന്നു. പാടി നമ്മളെ അങ്ങ് ഉറക്കി. ഉറങ്ങിയിട്ട് ഞാനിവിടെ ഞാൻ നല്ല ഉറക്ക ചതങ്ങള് നല്ല ഉറക്കം പിടിച്ചതാ മോളെ. സാറിനെ അല്ല ഉറക്കിയത്, കുഞ്ഞ് വാവേനെയാണ് ഉറക്കിയത്. അയ്യോ ഞാൻ എനിക്ക് അങ്ങനെ വാവളാ. ഞങ്ങള് കുഞ്ഞുങ്ങളാ. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. അല്ല മക്കളെ സൂപ്പറായിട്ട് പാടി കേട്ടോ. ആ ചേഞ്ച് ഓവർ വന്നപ്പോഴത്തേക്കൊക്കെ ഉള്ള ആ എന്താണ് സ്വാമിയുടെ ഒരു ശൈലിയും ലീലാമ്മയുടെ ഒരു ആലാപന രീതിയും ഇതെല്ലാം കൂടെ മോളൊന്ന് ശ്രമിച്ചു. അതിനകത്ത് നന്നായി. ഇത്ര കൊച്ചിലെ ഇത്ര ഒരു ശ്രമം മാത്രമല്ല, മോള് പാടുന്ന പെർഫെക്റ്റ് ആയിട്ടാണ് പാടുന്നില്ല. ഈ പ്രായത്തില് മോള് യു ആർ ഡൂയിങ് എ ഗുഡ് വർക്ക്, ഗുഡ് ജോബ്, ഗുഡ് സിംഗിങ്. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മോക്ക് വളർന്നൊരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കുട്ടിയല്ലേ, നമ്മൾ പറയുന്ന കുറച്ചൊക്കെ മനസ്സിലാവും. ഇപ്പൊ മോടെ മനസ്സിൽ ഇപ്പൊ മാജിക് കാണിക്കുമെന്നുള്ളതാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ മാറി ഒരു കുറച്ചൊന്ന് മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്ക് മോക്ക് പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നല്ലൊരു പാട്ടുകാരിയായിട്ട് മാറും, ഉറപ്പാ. മക്കള് കുഞ്ഞേ എന്തോ ബഹുത്ത് അച്ഛാ. ആസാദിയായിട്ട് പാടി അങ്ങ് ഉറക്കി, ഞങ്ങളെ അങ്ങ് ഉറക്കി. ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് മാറി. ഞാനും എം ജി അങ്കിളും താമര പൂമുഖം സൂക്ഷിച്ചു നോക്കി. അച്ചോടാ അറിഞ്ഞാ കുഞ്ഞ് പാടുന്നത്, അതിൻ്റെ സങ്കേതമൊക്കെ മനസ്സിലാക്കിയാണ് മക്കൾ പാടുന്നത്. കുറെ സന്തോഷം കേട്ടോ. ഇതാരാ ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന കുഞ്ഞിന്? ഉഗ്ര സെലക്ഷൻ. ആസാദ്യം കേട്ടോ, ആസാദ്യമായിട്ട് പാടി ചക്കര. എന്നാലും ചരച്ചക്കളെ എന്ന് വിളിച്ച് എന്നെ പേടിപ്പിച്ചു മക്കള്. എന്നാലും ഐ ലവ് യു. ആ അത് മതി. ഭദ്രക്കുട്ടി എന്തോ ഞങ്ങളെല്ലാരും ഉറങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോ ശരച്ചാർക്ക് കൂർക്കം വലിച്ചുറങ്ങുന്നു. ഷോ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്, പീലീലാമ്മ പാടിയ പാട്ടാണ് അല്ലേ? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒക്കെ പാട്ടെടുത്ത് പാടുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എത്ര സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് ഈ കുഞ്ഞു വാവ ഇവിടെ എടുത്ത് പാടിയതിന് വലിയൊരു കയ്യടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിട്ട് പാടി. ആ ചേഞ്ച് ഓവർ വന്നതും ആ പോർഷനൊക്കെ വളരെ ശ്രദ്ധിച്ച് പാടി. വരികളൊക്കെ തെറ്റാതെ മിടുക്കിയായിട്ട് നിന്ന് പാടി, കോൺഫിഡൻ്റ് ആയിട്ട് പാടി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പാട്ടുകൾ എടുത്തുകൊണ്ട് വരണം, നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഇനിയും കുറച്ചൊക്കെ കൂവാട്ടോ, കൂവാനൊന്നും ഒരു കുഴപ്പമില്ല, കുറച്ചൊക്കെ കൂവാ. ഓക്കെ, എം ജി സാറ് ചോദിക്കാൻ വരും ടീച്ചറുടെ അടുത്ത്. ഞാൻ വരുന്നുണ്ട്. എന്ത് കുഴപ്പം കാണിച്ചു? ഞാൻ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞാൽ ടാക്സി വിളിച്ചു വരും. ടീച്ചറിന്റെ കാര്യം കട്ട പോകാം മക്കളെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ പറയാൻ പോണേ, ഉണ്ണി ടാക്സി വിളി എന്ന് പറയും. ടാസ്ക് വിളി, ഉണ്ണി ടാസ്ക് വിളി എന്ന് പറയും. എന്നിട്ട് രാജി ടീച്ചറുടെ അടുത്തോട്ട് പോകും. പിന്നെ എന്നെ ഒന്നും പറയരുത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇടി കൊടുക്കണോ അതോ വടിയെടുത്ത് അടിക്കണോ? വടിയെടുത്തടിക്കണം. അയ്യോ, ഇവിടെ ഇതിന് മാത്രം ടീച്ചർ എന്താ ടീച്ചർ കുഞ്ഞിനോട് പറഞ്ഞത്? ഇനി മേലെ കൂവരുത് എന്ന് പറഞ്ഞോ? അതെന്താ വേറൊരു കാര്യം, കൂവിയാ പറയട്ടെ, ഇത് എന്ന് പറഞ്ഞതിന് അത് ശരിയാണ്. ശബ്ദം എന്ത് സ്വീറ്റ് ആയിട്ടുള്ള കൂവലാണ്. ടീച്ചർ പാവ. അത് അവരെവിടെ പറഞ്ഞു തന്നാന്ന് പറയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വണ്ടി വിളിച്ചു കഴിഞ്ഞു. ടാസ്ക് വിളിച്ചു പോയി.